A function is integrated or the function is integrated along a surface is called surface integral. Okay, so എങ്ങനെയാണ് സർഫേസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. അതിൻ്റെ ഫോമുലാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ചെറുതായിട്ടൊന്ന് ഇവിടെ ശ്രദ്ധിക്കാം. Okay, let f of x, y, z be a function. Okay, we want to integrate this function over a surface S. So that surface S is given as z is equal to some g of xy. Okay, ds. ഇങ്ങനെയായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. You have a function f of x, y, z. You have to integrate this function along a surface. So that surface is also given in your question in such a way that z is equal to g of xy. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവുക. സോ സർഫേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, z is equal to എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നില്ലെങ്കിൽ then that is your surface. ഓക്കെ, സോ ഇത് z is equal to അല്ല, പല ഫോമിൽ നമുക്ക് സർഫേസ് തരാം. വേറെ എങ്ങനെ തരാം? Y is equal to some g of xz or z x is equal to some g of y z. Okay, or g of xyz is equal to 0. So the surface can be of 4 types. Okay, so here ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് സർഫേസ് ഇൻ്റഗ്രലിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്നാൽ നിങ്ങളെ സർഫേസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സംടൈംസ് z is equal to g of xy or y is equal to some g of xz or x is equal to z is equal to എന്ന് പറഞ്ഞിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക, or y is equal to എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ x is equal to എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എക്സും വൈയും സെഡും എല്ലാം ഒരു സൈഡിലാക്കിയിട്ട് ഈക്വൽ ടു 0 ഫോമിലായിരിക്കും നിങ്ങൾക്ക് സർഫേസ് തന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഇങ്ങനെ സർഫേസ് തന്നു, നമുക്ക് അതേപോലെ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ we have a formula for finding this surface integral. പിന്നെ ഒരു കാര്യം, നമുക്ക് എപ്പോഴും ഈ z is equal to g of xy ഫോമിലായിരിക്കും മിക്കവാറും സർഫേസ് തരുക. ഇനി അങ്ങനെയല്ല തന്നെങ്കിൽ നിങ്ങൾക്ക് z is equal to ഫോമിലേക്ക് ആ തന്ന സർഫേസിനെ മാറ്റി എഴുതാനും പറ്റും. സോ നിങ്ങൾ ഈ ഒരു ഫോർമുല മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇഫ് you want to find the integral of this f of x, y, z over the surface S, if that surface is given as z is equal to g of xy, then the formula for finding the surface integral is what? Double integral over S f of xy z ds is equal to what? Double integral over R. We are changing this surface into a region. Okay, so double integral over R f of x y and z is equal to some function of xy. And നമ്മൾ z എഴുതാൻ പാടില്ല, നമ്മൾ z നെ സം f of x g of xy ഫോമിൽ എടുത്ത് some function of xy ആയിട്ട് എഴുതി into what? Square root of dou z by, we are converting this z variable into xy so that we have to find the partial derivative of z with respect to x whole square plus z with respect to y whole square plus 1 dA. Okay, so this is the formula for finding our surface integral. Okay, so ഇത് മനസ്സിലായി നിങ്ങൾക്ക്? ഒരു ഫോർമുല നിങ്ങൾക്ക് ക്ലിയർ ആയോ? How to find the surface integral of a given function? Is that clear? Clear ആണോ? ഓക്കെ, സോ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? സർഫേസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, ഏത് ഫംഗ്ഷൻ്റെ ആണോ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് ദ സർഫേസ് ഈസ് ഓൾസോ ഗിവൺ ടു യു.
ആ സർഫേസ് ഏത് ഫോമിൽ ഉണ്ടാവുക? സെറ്റ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നൊരു ഫോമിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സർഫേസ് തന്നിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ യു ക്യാൻ യൂസ് ദറ്റ് ഫോമുല. ഞാനിപ്പോൾ എഴുതിയ ഫോമുല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ആ ഫോർമുലയിലോട്ടേക്ക് എല്ലാ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ യു ഹാവ് ടു ഫൈൻഡ് ദി റീജിയൻ ടു ഇൻ്റഗ്രേറ്റ്. ഈ റീജിയൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ റീജിയൻ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളെ സർഫേസ് വി ആർ കൺവേർട്ടിങ് ദറ്റ് സർഫേസ് ഇൻ ടു എ റീജിയൻ. സോ യു പുട്ട് z is equal to 0 in your surface. Z ന് 0 കൊടുക്കുക നിങ്ങൾക്ക് തന്ന സർഫേസ്. then you will get what? ഒരു XY ഇക്വേഷൻ കിട്ടും. സോ ആ ഇക്വേഷൻ ആയിരിക്കും നിങ്ങളെ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് then you can do this problem. ഓക്കെ, സോ നമ്മൾ ഒരു പ്രോബ്ലം കൂടെ പകുതിക്ക് വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവാലുവേറ്റ് ദി സർഫേസ് ഇൻ്റഗ്രൽ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ. ഞാൻ പറഞ്ഞു എസ് എന്ന് പറഞ്ഞാലും സിഗ്മ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം ആണ്. ചില ക്വസ്റ്റ്യനിൽ എസ് എന്നുണ്ടാവും, ചില ക്വസ്റ്റ്യനിൽ സിഗ്മ എന്ന് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. സോ ഇവാലുവേറ്റ് ദി സർഫേസ് ഇൻ്റഗ്രൽ double integral over sigma y square z square ds. Okay, where sigma is the part of the cone, z is equal to root of x square plus y square that lies between z is equal to 1 and z is equal to 2. ഓക്കെ, സോ നിങ്ങൾ അധികം ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ എന്തിൻ്റെ കണ്ടുപിടിക്കേണ്ടത്, യു ഹാവ് ടു ഫൈൻഡ് ദി സർഫേസ് ഇൻ്റഗ്രൽ. സോ സർഫേസ് ഇൻ്റഗ്രൽ ഏത് ഫംഗ്ഷൻ്റെ സർഫേസ് ഇൻ്റഗ്രലാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് ദി സർഫേസ് ഇൻ്റഗ്രൽ ഓഫ് ദി ഫംഗ്ഷൻ y square z square. Okay, and the surface is given as z is equal to root of x square plus y square. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇപ്പം നോക്കുക. Okay, so z is equal to formula your surface is given to you. Then you have to find the surface integral. So first എന്ത് ചെയ്യുക, അതിൻ്റെ ഫോർമുല ഒന്ന് എഴുതി വെക്കുക. How to find the surface integral? So the formula is what? Double integral over sigma f of x y z ds is equal to double integral over r f of x y g of xy into root of dou z by dou x all square plus dou z by dou y all square plus 1 dx dy. So this is a formula. Okay, and നമുക്ക് ഇതിലെല്ലാ കാര്യങ്ങളും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So here what ആ ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? f of x y z is equal to what? f of x y z is equal to y square z square. Okay, now z ന് നമുക്ക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. So f of x y g of x y is equal to what? Y square into, and questionൽ നിങ്ങൾക്ക് സർഫേസ് തന്നിട്ടുണ്ട് z is equal to root of x square plus y square. ആ സർഫേസ് z എന്താണെന്ന് നോക്കുക, ആ z ആണ് ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. Okay, so z is equal to root of x square plus y square. So z square, we want z square here. So z square is equal to what? Taking the square of the square root, and square root get cancelled, then you will get z square is equal to x square plus y square. Okay, so substitute x square plus y square. Okay, so now f of xy g of xy is equal to what? Y square into x square plus y square. Okay, now you have to find what? The partial derivative of z with respect to x and the partial derivative of z with respect to y. Okay, so ഇത് കിട്ടി നമുക്ക് f of xy g of xy നമുക്ക് കിട്ടിയിട്ടുണ്ട്. Now we have to find the square root of dou z by dou x whole square plus dou z by dou y whole square plus 1. Okay, so ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ we have to find the partial derivative of z with respect to x. So the partial derivative of z with respect to x means dou of z is root of square plus square. Okay, so what is the derivative of square root of x square plus y square? സ്ക്വയർ റൂട്ട് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ നമുക്കറിയാം, 1/2 റൂട്ട് എക്സ് ആണ് അല്ലേ. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. സോ ഹിയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദ ഡെറിവേറ്റീവ് ഇസ് വാട്ട്? 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അഗെയിൻ ദ ഡെറിവേറ്റീവ് ഓഫ്, നമ്മൾ ചെയിൻ റൂളാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിനുള്ളിൽ ഇനിയും എക്സിന്റെ ടേം ഉണ്ട്. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് 2x. Okay, 1/2 root x square plus y square into 2x is the partial derivative of root of x square plus y square with respect to x.
Similarly, dou by dou y is what? Root of x square plus y square. The derivative with respect to y is 1 by 2 root x square plus y square. Here we are differentiating with respect to y. So derivative of y square is 2y. Okay. So 2 get cancelled. Then we get y divided by root of x square plus y square. Okay. സോ നമുക്ക് ഈ ഒരു ഫോർമുലയിലോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ പ്ലസ് 1 is equal to what? Root of x square divided by x square plus y square. That is ഡോ സെഡ് ബൈ ഡോ എക്സിൻ്റെ സ്ക്വയർ ചെയ്യുമ്പം നമുക്കിതാണ് കിട്ടുക. ആ റൂട്ട് പോയിട്ട് x square divided by x square plus y square വരും. പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ y square divided by x square plus y square plus 1. Okay, so here denominator രണ്ടും equal ആണ്. x square plus y, x square plus y. So നമുക്ക് ഇത് ആഡ് ചെയ്യാം. ഈ രണ്ട് ഫ്രാക്ഷൻസ് ആഡ് ചെയ്താൽ then we'll get x square plus y square divided by x square plus y square plus this one. Okay, so x square plus y square and x square plus y square get cancelled. Then you will get 1 plus 1, that is root 2. So അതും നമുക്ക് കിട്ടി. Okay, now we have to find the integral, double integral over r y square into x square plus y square into root of dou z by dou x whole square plus dou z by dou y whole square plus 1 dx dy. So which is equal to double integral over r y square into x square plus y square. So ഈ റൂട്ട് നമുക്ക് എന്താന്ന് കിട്ടിയിട്ടുണ്ട്? It is root 2. Okay, dx dy. Okay, so now ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. Then we will get y square into x square y square x square, y square into y square y raised to 4 root x dx dy. Okay, so now we have to find this integral. So to find this integral we want the region R. Okay, so ഇനി R ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. So R എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? So here z is equal to root of x square plus y square. Okay, so z square is equal to x square plus y square. Now one more thing is given in your question, that the surfaces between z is equal to 1 and z is equal to 2. ഇനി ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് z-ന് 0 കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ z is equal to 1ഉം z is equal to 2ഉം തന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള റീജിയൻ ആണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ഹാവ് ടു പുട്ട് z is equal to 1 ഹിയർ. z is equal to 1, then you will get 1 is equal to x square plus y square. Okay, and put z is equal to 2, then you will get 2 square is equal to x square plus y square. So this is the equation. This is an equation of a circle with radius 1, and this is the equation of a circle with radius r is equal to 2. സോ ഈ രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ വരുന്ന റീജിയനിലാണ് നമുക്കിതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എക്സ് വൈ പ്ലെയിനിലോട്ടേക്ക് ഇതിനെ ഒന്ന് വരക്കുക. സോ 1 റേഡിയസ് ആയിട്ട് വരുന്ന സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെ വരും. ആൻഡ് 2 റേഡിയസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഓക്കെ, സോ ബിറ്റ്വീൻ ഈ രണ്ട് റേഡിയസിൻ്റെ ഇടയിലുള്ള റീജിയൻ എന്ന് പറയുമ്പം ഇതായിരിക്കും. ഇവിടെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ സർക്കിൾസ് ഒക്കെയാണ് കിട്ടിയെങ്കിൽ ദെൻ യു ഹാവ് ടു കൺവേർട്ട്. ഇവിടെ നമുക്ക് ഡബിൾ ഇൻ്റഗ്രലാണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ ഇൻ്റഗ്രൽ ആണെങ്കിൽ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയും അല്ലെ, എല്ലാം ടി കൺവേർട്ട് ചെയ്തിട്ട് ഡബിൾ ഇൻ്റഗ്രൽ പാരാമെട്രിക് ഇക്വേഷൻ പോളർ ഫോമിലേക്ക് മാറ്റാം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ആറും ടീം വെച്ചിട്ടായിരുന്നു ചെയ്ത്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ആറും പോളർ കോർഡിനേറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആംഗിളിന്റെ ടി എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ തീറ്റ എന്ന് പറയുന്നതാണ്. ഓക്കെ, സോ യു ക്യാൻ യൂസ് തീറ്റ. സോ ഹിയർ ആ റീജിയൻ എന്താണെന്ന് മനസ്സിലായില്ല. ഇതാണ് നമ്മളെ റീജിയൻ. ഇത് സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റീജിയനിലെ കോർഡിനേറ്റ്സ് എന്തൊക്കെയായിട്ട് എടുക്കാം? എക്സിനെ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കരുത്. ഓക്കെ, ഇഫ് യു വാണ്ട് ടു കാൽക്കുലേറ്റ് എ സർക്കിൾ, your region is a circle, then you can take x is equal to r cos theta and y is equal to r
സൈൻ തീറ്റ. നമ്മളിവിടെ ടി എന്നായിരുന്നു എടുത്തത്, പോളാർ കോർഡിനേറ്റ് ആണ് ഞാൻ തീറ്റ എന്ന് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്, നിങ്ങൾ ടി തന്നെ എടുത്താൽ മതി. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ആൻഡ് അഗെയിൻ ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു ആർ ഡി ആർ ഡി തീറ്റ ആണ് വരും. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് ചെയ്ത പ്രോബ്ലം ആയിരിക്കും. ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആർ ഡി ആർ ഡി തീറ്റ കിട്ടി നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു നോക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഡി എക്സ് ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ എന്ന് മാത്രം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആൻഡ് ഡി എക്സ് ഡി വൈ ഇസ് ഈക്വൽ ടു ആർ ഡി തീറ്റ. ഓക്കെ, നൗ വി ക്യാൻ ഫൈൻഡ് ദി ഇന്റഗ്രൽ. ഏത് ഇന്റഗ്രൽ ആയിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സോ ഇത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്ര വരെ നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്താ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്? സർഫേസ് ഇൻ്റഗ്രലിനെ നമ്മൾ റീജിയനിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തു. ആൻഡ് റീജിയൻ ഇസ് ബിറ്റ്വീൻ ദി സർക്കിൾ സെഡ് ഇസ് എന്താ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു 1 ആൻഡ് റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു 2. നൗ വി ഹാവ് ടു ഫൈൻഡ് ദി ഇൻ്റഗ്രൽ ഓവർ ദറ്റ് റീജിയൻ ആർ. അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? അതിൻ്റെ കോർഡിനേറ്റ്സ്, അതായത് ലിമിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇവിടെ നമ്മൾ പോളാർ ഫോമിലേക്കാണ്, സർക്കിൾ ആയതുകൊണ്ട് പോളാർ ഫോമിലോട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. പോളാർ ഫോമിലെ വേരിയബിൾസ് എന്ന് പറയുന്നത് ഒന്ന് ആറും, അതായത് നമ്മൾ റേഡിയസും, ഒന്ന് അതിൻ്റെ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, സോ ഇസ് ദാറ്റ് ക്ലിയർ? ഒന്ന് റിപ്ലൈ തന്നെ. എനിക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇനി? ഈ ഇക്വേഷൻ ഇത്ര വരെ നമുക്ക് കിട്ടി. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എന്തായിരുന്നു കിട്ടിയത്? √2 ഇൻറ്റു വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 4 ഡി എക്സ് ഡി വൈ. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ വി വോണ്ട് ദിസ് റീജിയൻ ആർ. ഓക്കെ, അപ്പോൾ റീജിയൻ ആറ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? നമ്മൾ സർഫേസിന് നമ്മൾ എന്താ പ്ലെയിനിലോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ റീജിയൻ കണ്ടുപിടിക്കുന്നത്. സോ നമുക്കുള്ള സർഫേസ് ഏതാണെന്ന് നോക്കുക. സോ ആ സർഫേസ് ഈ സെഡ് ഇസ് ഈക്വൽ ടു √(x² + y²). ഓക്കെ, സോ ഈ സർഫേസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഈ ഒരു റീജിയൻ കണ്ടുപിടിക്കുന്നത്. ആൻഡ് സർഫേസ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, z ഇസ് ഈക്വൽ ടു 1 z ഇസ് ഈക്വൽ ടു 2 ഇടയിലാണെന്നും കൂടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ z ഇസ് ഈക്വൽ ടു 1 കൊടുക്കുക, അതേപോലെ തന്നെ z ഇസ് ഈക്വൽ ടു 2 ഇതിന് കൊടുക്കുക. ഓക്കെ, സോ ഈ z ഇസ് ഈക്വൽ ടു √(x² + y² മീൻസ് z² ഇസ് ഈക്വൽ ടു വാട്ട്? x² + y². ഓക്കെ, സോ ഇത് z ഇസ് ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്, z ഇസ് ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ z ഇസ് ഈക്വൽ ടു 1 കൊടുക്കുക, z ഇസ് ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. XY പ്ലെയിനിലുള്ള രണ്ട് ഇക്വേഷൻ കിട്ടും. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വരുന്ന റീജിയൻ ആണ് നമുക്ക് ആവശ്യമുള്ള റീജിയൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇനിയിപ്പം സെഡിൻ്റെ വാല്യൂ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെഡിന് 0 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റൊരു ഇക്വേഷന് കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് റീജിയൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് സെഡിന് രണ്ട് വാല്യൂ തന്നുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യും. ആ വാല്യൂ രണ്ടും ഈ ഒരു ഇക്വേഷൻ കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? 1² is equal to x² plus y² and 2² is equal to x² plus y². So ഇതെന്തിൻ്റെ ഇക്വേഷനാ? സർക്കിളിൻ്റെ ഇക്വേഷൻ വിത്ത് റേഡിയസ് 1 and this is സർക്കിളിൻ്റെ ഇക്വേഷൻ വിത്ത് റേഡിയസ് 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന റീജിയൻ ആണ് നമുക്ക് ആവശ്യമുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയൻ. സോ നമ്മൾ അതിനെ വരക്കണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വരക്കേണ്ടത്. അപ്പോൾ r ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് 1 വരുന്ന ഒരു സർക്കിൾ. r ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് 2 വരുന്ന
സർക്കിൾ. സോ ഇതിൻ്റെ ഇടയിലുള്ള റീജിയൻ ആണ് നമുക്ക് ആവശ്യം. ബിറ്റ്വീൻ z is equal to 1 and z is equal to 2 എന്ന ക്വസ്റ്റ്യനിൽ തന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ ഏതാണ്? ഇതാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രൽ ഉണ്ടല്ലോ, അത് ഈ ഒരു റീജിയനിൽ കൂടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു റീജിയനിൽ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് കണ്ടുപിടിക്കണം? അവിടുത്തെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സർക്കിൾ ആണെങ്കിൽ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമാണ്. സർക്കിൾ ആണെങ്കിൽ നമ്മൾ പാരാമീറ്റേഴ്സ് നമ്മൾ സാധാരണ എന്താ ചെയ്യുക? ഇതിൽ എക്സ് എവിടെ തൊട്ട് എവിടെ വരെ വാരി ചെയ്യുന്നു, വൈ എവിടെ തൊട്ട് എവിടെ വരെ വാരി ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അല്ലേ? ഒരു ഫംഗ്ഷൻ ഇതിനിപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇതിൽ എക്സിൻ്റെ ലിമിറ്റും വേണം, നമുക്ക് വൈൻ്റെ ലിമിറ്റും വേണം. അങ്ങനെ നമ്മൾ സാധാരണ കണ്ടുപിടിക്കുക. സ്ട്രിപ്പൊക്കെ വരച്ചിട്ട് എക്സ് എവിടെ തൊട്ട് എവിടെ വരെ പോകുന്നു, വൈ എവിടെ തൊട്ട് എവിടെ വരെ പോകുന്നു എന്നൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു റീജിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ സർക്കിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? അങ്ങനെ എക്സും വൈയും കണ്ടുപിടിക്കരുത്. അതിനു പകരം നിങ്ങളുടെ പാരാമീറ്റേഴ്സ് ആറും തീറ്റയായിട്ട് നിങ്ങൾ എടുക്കുക. അത് നിങ്ങൾ പഠിക്കുക, അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ മതി. സോ എക്സിന് പകരം നമ്മൾ എന്ത് എഴുതണം? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ കോസ് തീറ്റ എന്നും വൈക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? ആർ സൈൻ തീറ്റ എന്നും കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. സർക്കിൾ ആണെങ്കിൽ ഇതാണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുക. എക്സിന് പകരം ആർ കോസ് തീറ്റ കൊടുക്കുക, വൈക്ക് പകരം ആർ സൈൻ തീറ്റ കൊടുക്കുക. അതേപോലെ ഡി എക്സ് ഡി വൈക്ക് പകരം എന്ത് കൊടുക്കുക? ആർ ഡി ആർ ഡി തീറ്റ എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ച് വെച്ചേ പറ്റുള്ളൂ. ഓക്കെ, സോ ഹിയർ ആറും തീറ്റയൊക്കെ എന്താണെന്നുള്ള ആലോചിച്ച് നോക്കുക. ഈ ഒരു റീജിയനിലാണ് നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ദിസ് റീജിയൻ. സോ ഈ റീജിയനിലെ റേഡിയസ് എവിടെ തൊട്ട് എവിടെ വരെയാണ് ഉള്ളത്? ഇതാ ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് നമ്മളെ റേഡിയസ് വരുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞ റേഡിയസ് എന്താ? 1 അല്ലേ? ഇവിടെ 1 ആണ്, ഇവിടെ എന്താണ്? 2 ആണ്. സോ ആർ ഈസ് വേരിങ് ഫ്രം 1 to 2. ഓക്കെ, ആൻഡ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ആണ്. തീറ്റ എപ്പോഴും സർക്കിളിന് എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? 0 തൊട്ടിട്ട് 2π വരെ. ഓക്കെ, സോ സർക്കിളിൻ്റെ എന്താ ഫുൾ വട്ടത്തിലുള്ളതല്ല, അപ്പോൾ 360 ഡിഗ്രി അല്ലേ? സോ 0 തൊട്ടിട്ട് 2π വരെയാണ് സർക്കിളിൻ്റെ ആംഗിളിൻ്റെ വേരിയേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റീജിയനൊക്കെ കിട്ടിയല്ലോ. ഇനി ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇൻ്റഗ്രൽ ഓവർ നമ്മൾ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആറിൻ്റെ തീറ്റേൻ്റെ ഒക്കെ ഫോമിൽ ഇത് വന്നത്. സോ ഹിയർ ഇൻ്റഗ്രൽ ഓവർ എന്തെടുക്കുക? തീറ്റ എടുക്കുക. ആൻഡ് ഇൻ്റഗ്രൽ ഓവർ ആറ്, ഒരു പാരാമീറ്റർ തീറ്റയും ഒരു പാരാമീറ്റർ ആറും എടുക്കുക. ദെൻ റൂട്ട് ടു വൈ സ്ക്വയർ. വൈ സ്ക്വയർ നമ്മൾ എന്ത് എഴുതുക? വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. സോ വൈ സ്ക്വയർ മീൻസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. And x square is equal to r square cos square theta plus y raised to 4. Y raised to 4 means what? R raised to 4 sin raised to 4 theta dx d theta means r dr d theta. ഓക്കെ, നമ്മൾ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ ആറിലും തീറ്റയിലോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇത് സർക്കിൾ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് എക്സും വൈ ഒക്കെ കൊടുത്തിട്ട് ഈ ഒരു ഫിഗർ ഏതാന്ന് വെച്ചാൽ അതിൽ എക്സിൻ്റെ ലിമിറ്റും വൈൻ്റെ ലിമിറ്റും കണ്ടിട്ട് സാധാരണ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ചെയ്താൽ മതി. പക്ഷേ സർക്കിളിൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ എക്സും വൈയും വെച്ചിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ആ ഒരു ഇൻ്റഗ്രൽ. അതിന് പകരം തീറ്റയും ആറുമായി യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? ഇൻ്റഗ്രൽ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എവിടെ തൊട്ട് എവിടെ വരെ പോകുന്നത്? 0 തൊട്ടിട്ട് 2π വരെ. ആൻഡ് ആറിൻ്റെ ലിമിറ്റോ 1 തൊട്ടിട്ട് 2 വരെ. സോ ഹിയർ റൂട്ട് ടു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് അതിനെ പുറത്തെടുക്കാം. ദെൻ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, സോ ഹിയർ ആർ റേസ് ടു 4 സൈൻ റേസ് ടു 4 തീറ്റ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ടേമിൽ കോമൺ ആയിട്ട് നമുക്കൊരു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റനെ പുറത്തെടുത്തൂടെ? r square sin square theta, taking r square sin square theta outside, then we get ഇവിടെ എന്താ ബാക്കിയുള്ളത്? r square cos square theta plus ഇവിടെ we have taken r square sin square theta. സോ ബാലൻസ് എന്താണുള്ളത്? ആർ സ്ക്വയർ എടുത്തു, ഇനി ഒരു ആർ സ്ക്വയർ ബാക്കിയുള്ളത്. സൈൻ സ്ക്വയർ എടുത്തു, ഇനി ഇവിടെ എന്താണുള്ളത്? ഒരു സൈൻ സ്ക്വയർ തീറ്റ ബാക്കിയുണ്ട്. ആർ ഡി തീറ്റ. ഓക്കെ, സോ ഇൻ്റഗ്രൽ 0 to 2π integral r is equal to 1 to 2 r square sin square theta into ഇവിടെ എന്ത് വരും? ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയിൽ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് വാട്ട്?
1 അല്ലേ, ആർ സ്ക്വയറിന് നമുക്കിവിടെ ഓക്കെ r⁴ നമുക്ക് ഇവിടെ പുറത്തെടുക്കാം. ഓക്കെ, ആർ സ്ക്വയറിന് അഗെയിൻ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, സോ ഹിയർ r⁴ ഇങ്ങനെ വരും, ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു 1 r dr d തീറ്റ എന്ന് വരും. സോ ഇനി ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇസ് എ ക്ലിയർ? ഇത്ര വരെ നിങ്ങൾക്ക് മനസ്സിലായോ നമ്മളിങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നതും റീജിയൻ കണ്ടുപിടിക്കുന്നതൊക്കെ? ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ തന്നെ. ഇസ് ഇറ്റ് ക്ലിയർ? വലിയൊരു പ്രോബ്ലം ആണ്, മനസ്സിലാക്കി ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ല, മനസ്സിലാവും നമുക്ക്. ഓക്കെ, ക്ലിയർ ആണോ ഇത്ര വരെ? ഓക്കെ, എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഫുള്ള് ചെയ്താൽ നമ്മുടെ പോർഷൻസ് എവിടെ എത്തൂല. ഓക്കെ, സോ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എവിടെ എത്തി? ഇത്രയും നമുക്ക് കിട്ടി. ഇന്റഗ്രൽ ഓവർ 0 to 2 pi, ഇന്റഗ്രൽ ഓവർ 1 to 2, r⁵ സൈൻ സ്ക്വയർ ടി dr dt is equal to, ഇവിടെ ഞാൻ തീറ്റക്ക് പകരം ടി എന്നാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, നിങ്ങൾ ഓൾറെഡി എഴുതി പോയതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ തീറ്റ എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുക, ഇവിടെ ടി അല്ല തീറ്റയാണ്. ഓക്കെ, ടി എന്നെടുത്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ തീറ്റയാണ് എപ്പോഴും ആംഗിളിന് ചൂസ് ചെയ്യാറ് പോളർ കോർഡിനേറ്റ് ആകുമ്പോൾ. സോ ഇങ്ങനെ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഈ സാധാരണ ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ആ ഇൻ്റഗ്രൽ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. എങ്ങനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക? ആദ്യം വിത്ത് റെസ്പെക്ട് ടു r നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സോ r⁵ ഇൻ്റഗ്രൽ എന്താ? r⁶/6 അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 63/6 ആയിരിക്കും അതിൻ്റെ ആൻസർ കിട്ടുക. അഗെയിൻ സൈൻ സ്ക്വയർ ടി ഡി ടി. ഇനി നമ്മൾ ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, സൈൻ സ്ക്വയർ ടി ഡി ടിനെ. സോ സൈൻ സ്ക്വയർ ടി ഡി ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈൻ സ്ക്വയർ ടീനെ എങ്ങനെ എഴുതി? 1 - cos 2t/2 എന്ന് എഴുതി. ഓക്കെ, എപ്പോഴും ഇങ്ങനെ സ്ക്വയർ ടേംസ് വരുമ്പോൾ ഈ ഒരു ഫോമിലേക്കാണ് നിങ്ങൾ മാറ്റി എഴുതേണ്ടത്. സൈനിൻ്റെയോ കോസിൻ്റെയോ ഒക്കെ സ്ക്വയർ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ then you can change the sin square t into 1 - cos 2t/2. ഓക്കെ, ഇത് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി ആണ്, നിങ്ങൾ പഠിച്ചതാ. സൈൻ സ്ക്വയർ ടി ഈസ് 1 - cos 2t/2. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഈ 1/2 നമുക്ക് പുറത്തെടുക്കാം. ദെൻ ഫൈൻഡ് ഇൻ്റഗ്രൽ ഓഫ് 1 - cos 2t. ഓക്കെ, സോ integral of 1 is what? T, and cos 2t, integral of cos 2t is sin 2t/2. Then give upper limit and lower limit, upper limit to lower limit ഒക്കെ കിട്ടിയാൽ then you will get the answer 63√2 pi/6. ഓക്കെ, സോ വലിയ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, ഒന്ന് ക്ലിയർ ആക്കാം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയ ഒരു പ്രോബ്ലം നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. വലിയ പ്രോബ്ലം ആണ്, അറിയാം, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് കുറച്ച് അത്യാവശ്യം ചെയ്യാനുള്ളൊരു പ്രോബ്ലം. അപ്പോൾ ഏതും ഇനിയൊരു ഫ്ലെക്സ് ഇൻ്റഗ്രലുണ്ട്. അത് രണ്ട് സർഫേസ് ഇൻ്റഗ്രലിൻ്റെ അത്ര എന്തായാലും ഫ്ലെക്സ് ഇൻ്റഗ്രലിൽ പ്രശ്നമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര എപ്പോഴും നമ്മൾ ചെയ്യാം. ഓക്കെ, സർഫേസ് ഇൻ്റഗ്രലാണ് കണ്ടുപിടിക്കണമെങ്കിൽ then what we'll do? Equation എഴുതുക, write the formula for finding the surface integral first, then substitute all the things that you know from the question. Okay, that is f of x, y, z and that dot z by dot. അതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. എല്ലാം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ റീജിയൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? നമ്മൾ സെഡിന് പകരം 0 കൊടുത്താൽ മതി. ഓക്കെ, സെഡിന് 0 കൊടുത്താൽ, അതായത് ഗിവൺ സർഫേസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്തായാലും ഒരു സർഫേസ് തന്നിട്ടുണ്ടാവും. ആ സർഫേസിൽ യു ഗിവ് സെഡ് ഇസ് ഈക്വൽ ടു 0, ദെൻ യു വിൽ ഗെറ്റ് വാട്ട്? ദി കറസ്പോണ്ടിങ് റീജിയൻ. അപ്പോൾ റീജിയൻ കിട്ടിയാൽ നിങ്ങളത് പഠിച്ചതാണ്, റീജിയനിൽ കൂടെ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.
ക്ലിയർ അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? നിങ്ങൾ നോക്കുക കേട്ടോ, ആ പ്രോബ്ലം നിങ്ങൾ നല്ലോണം നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, ഇന്നെ പ്രോബ്ലം നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്യോ, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓറിയന്റേഷൻ ആൻഡ് ഫ്ലെക്സ് ഇന്റഗ്രൽ. ഓക്കെ, ശ്രദ്ധിക്കാം. ഇതിൻ്റെ നോട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഞാൻ എന്ന് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം, ഒരു ദിവസം എടുക്കുന്നത്. ഓക്കെ, so orientation means if this is a smooth surface, okay, let f of x y z is a smooth surface, then ഈ സർഫേസിൽ എന്തുണ്ടാവും? ഇതൊരു സർഫേസ് ആണെന്ന് വിചാരിക്കണേ, ഒരു 3 dimensional ഫിഗർ, ഒരു ബോൾ അങ്ങനെയാണെന്ന് വിചാരിക്കുക നിങ്ങൾ. ഓക്കെ, സോ അതിൽ ഏത് പോയിന്റ് എടുത്താലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്ടർ കിട്ടുന്നുണ്ടെങ്കിൽ എ യൂണിറ്റ് നോർമൽ വെക്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത് എവറി പോയിന്റ് ഓഫ് ദിസ് സർഫേസ്. ഓക്കെ, ഒരു സ്മൂത്ത് സർഫേസിന്റെ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് നോർമൽ വെക്ടർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ then we can say that this surface is oriented. Okay, surface is oriented. എപ്പോഴാണ് ഒരു സർഫേസ് ഓറിയന്റഡ് ആണെന്ന് പറയാം? if every point of that surface contains a unit vector, okay, correspond to a unit vector, then you can unit normal vector. Okay, unit normal vector, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സർഫേസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ആ സർഫേസിന് മുകളിലെല്ലാം ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു എന്താ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വെക്ടർ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റിലും നിങ്ങൾക്ക് നോർമൽ വെക്ടർ ഉണ്ടെങ്കിൽ, ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നോർമൽ വെക്ടർ ഉണ്ടെങ്കിൽ then we can say that surface is oriented. ഓക്കെ, ഇനി ആ നോർമൽ വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എ സർഫേസ് is said to be oriented if every point of that surface has a normal vector. Okay, then that normal vector, that is n cap, is the orientation of that surface. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താ ഇങ്ങനെ ഒരു സർഫേസ്, അതായത് ഇതിലൊരു പോയിന്റ് ഇത്, ഓക്കെ, ഇതൊരു ഓറിയന്റഡ് സർഫേസ് ആണെന്ന് വിചാരിക്കുക. then every point of that surface contains a normal vector. ഓക്കെ, സോ ഇങ്ങനെ ഒരു നോർമൽ വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ നേരെ ഡയറക്ഷൻ മാറ്റിയാൽ എഗെയിൻ നമുക്കൊരു നോർമൽ വെക്ടർ കിട്ടും. അതായത് ഒരു സർഫേസ് is oriented, then we can find a unit normal vector in upward direction and in downward direction. That is, every point contains 2 normal vectors if that surface is oriented. ഒരു സർഫേസ് ഓറിയന്റഡ് ആണെങ്കിൽ ഈ സർഫേസിൽ ഏത് പോയിന്റ് നമ്മൾ എടുത്താലും ഒരു നോർമൽ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഒരു നോർമൽ വെക്ടർ അല്ല, ഇതൊരു നോർമൽ വെക്ടർ ആണെങ്കിൽ ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു നോർമൽ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ എൻ ക്യാപ്പ് എന്ന് പറയുന്ന നോർമൽ വെക്ടർ ആണെങ്കിൽ മൈനസ് എൻ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു നോർമൽ വെക്ടർ നമുക്ക് ഓരോ പോയിന്റിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ എവറി പോയിന്റ് കണ്ടെയ്ൻസ് 2 normal vectors. Okay, that is 2 normal vector means 2 orientations. And the orientation പറയാ, ഒന്ന് upward orientation and the other is downward orientation. Okay, so എന്താ നമ്മൾ പറഞ്ഞത്? A surface is oriented means every point of that surface has a normal vector. ഏത് പോയിന്റ് നമ്മൾ എടുത്താലും അവിടെ എന്തുണ്ടാവും? ഒരു നോർമൽ വെക്ടർ ഉണ്ടാവും, എൻ ക്യാപ്പ്. ഇനി എൻ ക്യാപ്പ് എന്ന് പറയുന്ന നോർമൽ വെക്ടർ ഉണ്ടെങ്കിൽ മൈനസ് എൻ ക്യാപ്പ് എന്ന് പറയുന്ന വേറെ നോർമൽ വെക്ടർ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഒരു നോർമൽ വെക്ടർ മാത്രമല്ല, 2 നോർമൽ വെക്ടർ നമുക്ക് കിട്ടും, ഒന്ന് എൻ ക്യാപ്പും ഒന്ന് മൈനസ് എൻ ക്യാപ്പും. സോ ഈ നോർമൽ വെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓറിയന്റേഷൻ.
Okay, so every point we have a positive orientation and a negative orientation. So a positive orientation നമ്മൾ വിളിക്കുന്ന പേരാണ് upward orientation and negative orientation നമ്മൾ വിളിക്കുന്ന പേരാണ് downward orientation. Okay, ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരും. So is it clear what is an oriented surface and what is an orientation and what is positive orientation and what is negative orientation? Is that clear? Okay, so ഒരു സ്മൂത്ത് സർഫേസ്, ആ സ്മൂത്ത് സർഫേസിൻ്റെ എല്ലാ പോയിന്റിലും ഒരു പെർപെൻഡിക്കുലർ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പെർപെൻഡിക്കുലർ വെക്ടറിനെയാണ് നമ്മൾ നോർമൽ വെക്ടർ എന്ന് പറയാം. then we can say that surface is a smooth oriented surface. Okay, then that normal vector is called its orientation. So there are two orientation, that is positive orientation and negative orientation. Okay, positive orientation means upward orientation, മേലോട്ടേക്ക് പോകുന്ന വെക്ടർ ആയിരിക്കും, അതിൻ്റെ ആരോ മേലോട്ടായിരിക്കും. and the negative orientation means downward orientation, that is എന്താ അതിൻ്റെ ആരോ താഴോട്ടേക്കായിരിക്കും. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Okay. So next topic is flex integral that we can take tomorrow. So ഇന്നെടുത്തൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണോ? നമ്മൾ ആ ഒരു സർഫേസ് ഇൻ്റഗ്രലിൻ്റെ ആ ഒരു പ്രോബ്ലം, പിന്നെ ഓറിയൻറ്റേഷൻ എന്താണെന്നുള്ളത്, വാട്ട് ഈസ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആൻഡ് വാട്ട് ഈസ് നെഗറ്റീവ് ഓറിയൻറ്റേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? അഭിനന്ദ്, അഭിനന്ദ് മനസ്സിലായി ഇന്നത്തെ ക്ലാസ്? ഡൗട്ട് ഉണ്ടോ? അഭിനവ്, അഭിനവ്, അഭിനവ് ക്ലിയർ ആണോ? നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണേ. നിങ്ങൾ ഡൗട്ട് ചോദിച്ചാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ളതൊക്കെ. അഭിരാം, present. ആഗ്ന, Present, ma'am. അഹില, Present, ma'am. അജൽ, Present, ma'am. ആകാശ്, Present, ma'am. ഗോകുൽ, Present, ma'am. അക്ഷര, Present, ma'am. അക്ഷര ക്ലിയർ ആണോ ക്ലാസ്? Clear. ഓക്കെ. എൽബിൻ തോമസ്. Present, ma'am. അഞ്ജിത, അഞ്ജിത, അനുജിത്ത്, Present, ma'am. അനുരാഗ്, Present, ma'am. അരുണിമ, Present, ma'am. അശ്ബിൻ, Present, ma'am. അശ്വന്ത്, Present, ma'am. അശ്വിൻ,
Present, ma'am. Ashwin. Present, ma'am. Okay, Ashwin Pavitran present. Ashwin. Present, ma'am. Ashwinda. Present, ma'am. Ashwati. Present, ma'am. Atul. Present, ma'am. Deepika. Present, ma'am. Devika. Present, ma'am. Fatima. Present, ma'am. Miska. Present, ma'am. Ella. Present, Shibilia. present, ma'am. Fatima. Suhara. Radha. Present, ma'am. Gopika. Present, ma'am. Isha. Present, ma'am. Kiran. Present, ma'am. Malavika. Present, ma'am. Nabil. Present, ma'am. Hosna. Mohsin. Present, ma'am. Mohsin. Fahad. Present, ma'am. Sadaf. Present, ma'am. Sahel. Present, ma'am. Sahel. Present, ma'am. Sahel എത്ര ദിവസം എവിടെ പോയേ? നന്ദന. നേഹ. Present, ma'am. നിഹാരിക. Present, ma'am. നിർമ്മൽ. Present, ma'am. നിർമ്മൽ. Present, ma'am. നിവേദിത. Present, ma'am. നൈനിക. Present, ma'am. പുണ്യ. Present, ma'am. രജത്. Present, ma'am. സഹില. Present, ma'am. സാരംഗ്. Present, ma'am. ഷഹാന. Present, ma'am. ഷനിൽ. Present, ma'am. ഷോണിൻ. Present, ma'am. സിദ്ധാർത്ഥ്. Present, ma'am. സൗരഭ്. Present, ma'am. Present, ma'am. ധീരജ്. Present, ma'am. സിദ്ധാർത്ഥ് സുനിൽ. ഓക്കെ. ശ്രീരജ്. Present, ma'am. ടൈഫൽ. Present, ma'am. കാശ്നാഥ്. Present, ma'am. വിഘ്നേഷ്. Present, ma'am.
ഇസ്രത്ത്, Present, ma'am. പ്രണവ്, Present, ma'am. ജലിയ, 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 ജലിയാണോ ഇല്ലാത്ത? ബാക്കി എല്ലാവരും ഉണ്ട്. താങ്ക് യു.